കരിയിലക്കിളികൾ നിരന്തരമായി നിങ്ങളുടെ വീട്ടിലും പരിസരത്തുമായി സാന്നിധ്യം അറിയിക്കുന്നുണ്ടെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ല. കാരണം ഈ ചെറിയ പക്ഷികൾ മഹാഭാഗ്യത്തിൻ്റെ സൂചനയാണ്. അതായത് പലപ്പോഴും പ്രകൃതി ഭാഗ്യത്തിൻ്റെയും ദൗർഭാഗ്യത്തിൻ്റെയും പല സൂചനകളും ജീവജാലങ്ങളിലൂടെ നൽകാറുണ്ട്. അതിൽ തന്നെ മനുഷ്യജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില ശുഭകാര്യങ്ങളുടെ വാഹകരായി വരുന്ന പക്ഷികളാണ് കരിയില പക്ഷി അഥവാ കരിയില കിളികൾ എന്നറിയപ്പെടുന്ന പൂത്താങ്കിരി വർഗത്തിൽപ്പെട്ട ഈ ചെറിയ പക്ഷികൾ. ഏറ്റവും പ്രധാനമായി കരിയില പക്ഷികൾ മിക്ക വീടുകളിലും വരുന്നവയാണെങ്കിലും ഇവ വരുന്ന ദിവസങ്ങൾക്കനുസരിച്ചും ഇവയെ കാണുന്ന ദിക്കുകൾക്കനുസരിച്ചും ഇവ നൽകുന്ന ചില സൂചനകൾക്കനുസരിച്ചുമുള്ള ഫലം വളരെ വ്യത്യസ്തമായിരിക്കും. അതായത് നിങ്ങൾ ഏത് ദിവസമാണ് കാണുന്നത് എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളും അത്ര വ്യത്യാസമുള്ളവയായിരിക്കും. മാത്രമല്ല, ഈ അധ്യായം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും അനുഭവത്തിൽ വന്നിട്ടുള്ളവയാണ് എന്ന സത്യം മനസ്സിലാകും. അപ്പോൾ ഇതിൽ പറയുന്നതിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതി അറിയിക്കുക. ഇനി ഈ കരിയിലക്കിളികൾ സാധാരണയായി ചെറിയ മരങ്ങളിൽ വന്നിരിക്കുകയും ചെറിയ മരങ്ങളിൽ തന്നെ കൂടുകൂട്ടുകയും ചെയ്യുന്നവയാണ്. എന്നാൽ വലിപ്പം കൊണ്ട് വളരെ ചെറിയ പക്ഷികളായതിനാൽ തന്നെ ഇവർ ശത്രുക്കളെ ഭയക്കുന്ന കൂട്ടത്തിലാണ്. അതിനാൽ തന്നെ എപ്പോഴും ഇവർ ഒന്നിൽ കൂടുതൽ എണ്ണത്തിലായിരിക്കും കാണപ്പെടുന്നത്. അതായത് കൂട്ടമായി ഇര പിടിക്കുവാനും ഭക്ഷണം തേടി പോകുവാനുമാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ഇനി ഈ പക്ഷികൾ ആഹാരമാക്കുന്നതാണെങ്കിൽ ചെറു പ്രാണികളെയും ചെറിയ പാമ്പുകൾ, പഴുതാരകൾ, എട്ടുകാലികൾ എന്നിവയൊക്കെയാണ്. അതിനാൽ തന്നെ നമ്മൾ പോലും അറിയാതെ ചില ക്ഷുദ്രജീവികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുവാനും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ സന്തുലിതമായി നിലനിർത്തുവാനും ഈ പക്ഷികൾ വളരെ വലിയ പങ്കു വഹിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവർ കലപില ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വീടിൻ്റെ പരിസരത്തുകൂടി നടക്കുന്നത് കാണുന്നത് തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. കാരണം അത്ര പഞ്ചപാവങ്ങളായ പക്ഷികളാണ് ഇവ. അപ്പോൾ ഈ കരിയില പക്ഷികൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വരുന്നതിൻ്റെയും അതുപോലെ തന്നെ ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രം വരുന്നതിൻ്റെയും ഒപ്പം തന്നെ ഇവ കാണപ്പെടുന്ന ദിക്കുകൾക്കനുസരിച്ചുള്ള ഫലങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും എഴുതി അറിയിക്കുക. ഇതിൽ ഈ കരിയില പക്ഷികളെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത്, ഒരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഇവ വന്നിട്ടുണ്ടെങ്കിൽ അവയെ ഒരു കാരണവശാലും ഉപദ്രവിക്കുവാനോ ആട്ടിപ്പായിക്കുവാനോ പാടില്ല. കാരണം ഇവർ ഭാഗ്യത്തിൻ്റെ വാഹകരായതിനാൽ തന്നെ ഇവയെ നിങ്ങൾ ആട്ടിപ്പായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരേണ്ട ഭാഗ്യം തന്നെയാണ് ഇല്ലാതാവുക. ഇനി ആദ്യമായി ഈ കരിയില പക്ഷികളെ കാണുന്ന ദിവസങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങളെ പറ്റി പറയാം. ഇതിൽ ആദ്യമായി തിങ്കളാഴ്ച ദിവസമാണ് നിങ്ങളുടെ വീട്ടിൽ കരിയില പക്ഷികളെ കാണുന്നതെങ്കിൽ അതിൽ ഓരോ സമയത്തിനനുസരിച്ച് കാണുന്നതിൽ പോലും വ്യത്യസ്ത ഫലങ്ങളാണുള്ളത്. അതായത് ഒരുപക്ഷെ നിങ്ങൾ കാണുന്നത് തിങ്കളാഴ്ച രാവിലെയോ അതല്ലെങ്കിൽ ഉച്ചയ്ക്കോ അതുമല്ലെങ്കിൽ വൈകുന്നേരമോ ആകാം. ഇതിൽ തിങ്കളാഴ്ച ദിവസം രാവിലെ സമയത്താണ് നിങ്ങൾ കരിയില പക്ഷികളെ വീട്ടുപരിസരത്ത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുമെന്നും അതിലൂടെ സ്ഥാനക്കയറ്റം പോലെയുള്ള ചില കാര്യങ്ങൾ ഉടനടി നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുമുള്ള കാര്യം അച്ചിട്ടാണ്. ഇനി ഞായറാഴ്ച ദിവസം ഉച്ച സമയത്താണ് നിങ്ങൾ നിരന്തരമായി കരിയില പക്ഷികളെ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്.
അതായത് നിങ്ങൾക്ക് ഒരു മുൻകൂട്ടിയുള്ള സൂചനയാണ് ഇവർ ഇതിലൂടെ നൽകുന്നത്. കാരണം നിങ്ങളോട് എപ്പോഴും ചിരിച്ച് സ്നേഹത്തോടെ പെരുമാറുന്ന എല്ലാവരെയും പൂർണ്ണമായി വിശ്വസിക്കരുത് എന്നും സ്നേഹം നടിക്കുന്നവരിൽ തന്നെ ശത്രുക്കൾ ഉണ്ടെന്നും ഉള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ചില പ്രശ്നങ്ങൾ പോലും ഇല്ലാതാകും എന്നതാണ് വാസ്തവം. ഇനി ഞായറാഴ്ച ദിവസം വൈകുന്നേരമാണ് കരിയില പക്ഷികൾ നിങ്ങളുടെ വീടുകളിൽ വരുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ ജോലി ഉടനടി സ്വന്തമാക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നതാണ്. അതായത് ഇതുവരെ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് മാറി അതിലും മെച്ചപ്പെട്ട ഒന്നിലേക്ക് എത്തിപ്പെടുവാനും, ഇനി ജോലിയില്ലാതിരുന്ന വ്യക്തികൾക്കാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു ജോലി സ്വന്തമാക്കുവാനുമുള്ള യോഗവുമാണ് ഞായറാഴ്ച ദിവസം വൈകുന്നേരം കരിയില പക്ഷികൾ നിങ്ങളുടെ വീടുകളിൽ വരുന്നത് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായി തിങ്കളാഴ്ച ദിവസം രാവിലെ സമയങ്ങളിൽ കരിയില പക്ഷികൾ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് സമ്പത്തും സർവ ധനനേട്ടങ്ങളുമാണ്. അതായത് ആ സമയം വരെ നിങ്ങൾ കയ്യിൽ 1 രൂപ എടുക്കുവാനില്ലാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഈ പക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് അല്പമെങ്കിലും പണം വന്നു ചേരും. മാത്രമല്ല അതിനുശേഷം സമ്പത്ത് ജീവിതത്തിൽ വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾക്കുള്ള പരിഹാരവും ഇതിലൂടെ ഈ പക്ഷികൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല സന്താനഭാഗ്യം ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ഈ പക്ഷികളെ തിങ്കളാഴ്ച രാവിലെ സമയങ്ങളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്താനഭാഗ്യമുണ്ടാകുവാനുള്ള യോഗവും തെളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി തിങ്കളാഴ്ച ദിവസം ഉച്ച സമയത്താണ് നിങ്ങൾ കരിയില പക്ഷികളെ കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വച്ചിരിക്കുന്ന വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റമുണ്ടാകും എന്നതാണ്. അതായത് പറഞ്ഞു വച്ചിരുന്ന ആ വിവാഹം മാറിപ്പോകും എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിനെ ഒരിക്കലും ഒരു നെഗറ്റീവായി കാണേണ്ടതില്ല. കാരണം ആ വിവാഹം മാറിപ്പോകുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് നല്ലതാണ് വരുവാൻ പോകുന്നത്. മാത്രമല്ല ആ വിവാഹം മാറിപ്പോയി ഉടൻ തന്നെ അതിലും മികച്ച ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുമെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഇനി തിങ്കളാഴ്ച ദിവസം വൈകുന്നേരങ്ങളിലാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കരിയില കിളികൾ വരുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് പ്രണയവിവാഹങ്ങൾ ആ വീട്ടിൽ നടക്കും എന്നതാണ്. അതായത് ആ വീട്ടിൽ താമസിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രണയം പൂവണിയും എന്ന കാര്യം ഇതോടെ ഉറപ്പിക്കാം. കൂടാതെ തന്നെ ആ വീട്ടിൽ ജീവിക്കുന്ന മറ്റു വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയും മെച്ചപ്പെട്ട കുടുംബജീവിതം നയിക്കുവാൻ കഴിയുകയും ചെയ്യും എന്നതും ഇത് അർത്ഥമാക്കുന്നു. ഇനി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഏത് സമയത്ത് ഈ കരിയില കിളികൾ നിങ്ങളുടെ വീടുകളിൽ വന്നാലും അത് സൂചിപ്പിക്കുന്നത് കാളീപ്രീതിയാണ്. അതായത് അമ്മയുടെ കടാക്ഷം നിങ്ങളിൽ വളരെയധികം ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പതനം കാണുവാൻ ആഗ്രഹിക്കുന്ന ചില ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടുവാൻ കഴിയുമെന്നും ഇത് അർത്ഥമാക്കുന്നു. അതായത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കരിയില പക്ഷികൾ നിരന്തരമായി നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളുടെ നാശം അടുത്തിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ്. ഇനി ബുധനാഴ്ച ദിവസങ്ങളിലാണ് നിങ്ങളുടെ വീടുകളിൽ കരിയില പക്ഷികൾ നിരന്തരമായി വരുന്നതെങ്കിൽ അത് ഏറ്റവും പ്രധാനമായി ബാധിക്കുന്നത് ആ വീട്ടിലെ സന്താനങ്ങളെയാണ്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ചില പഠന കാര്യങ്ങളിൽ ഉന്നത വിജയം നേടുവാൻ കഴിയുമെന്നും അതുപോലെ തന്നെ കൂടുതൽ അറിവ് നേടുവാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്നും ഇത് സൂചിപ്പിക്കുന്നു. മാത്രമല്ല ബുധനാഴ്ച ദിവസം കരിയില പക്ഷികൾ വരുന്ന വീടുകളിലുള്ള വ്യക്തികൾക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി വിദേശയാത്രാ യോഗവും ഉണ്ടാകും. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ പക്ഷികളെ എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട് എന്നത് സംശയമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പക്ഷികളെ കണ്ടിട്ടുണ്ടെങ്കിൽ
ഏത് ദിവസമാണ് കാണുന്നത് എന്നതിന് നിങ്ങൾ പ്രാധാന്യം നൽകണം. ഇനി നിരന്തരമായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ കരിയില പക്ഷികൾ വരുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അങ്ങനെയുള്ള വീടുകളിൽ കൃഷ്ണ ഭഗവാന്റെ പ്രീതിയും വിഷ്ണു പ്രീതിയും വളരെയധികമായിരിക്കും ഉണ്ടായിരിക്കുക. മാത്രമല്ല ഇത് വളരെയേറെ ഭാഗ്യസൂചകമായതിനാൽ തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയാലും അത് വിജയം കാണും എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഒപ്പം തന്നെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ പ്രയാസം വരുന്ന തരത്തിൽ അത്രയും പക്ഷികൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് പരദേവതകൾ നിങ്ങളുടെ വീടിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നതാണ്. അതായത് പരദേവതകളുടെ കടാക്ഷം നിങ്ങളെ വലിയ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കും എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാം. ഈ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ എത്രയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നാലും അതിൽ നിന്ന് കരകയറുവാനുള്ള യോഗവും നിങ്ങൾക്ക് ഉണ്ടാകും എന്നതാണ് പ്രാധാന്യം അറിയിക്കുന്ന കാര്യം. ഇനി ഇതൊന്നുമല്ലാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് നിങ്ങളുടെ വീടുകളിൽ കരിയില പക്ഷികൾ എത്തുന്നതെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ചില വില കൂടിയ ലോഹങ്ങൾ കൊണ്ടുള്ള ആഭരണങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ പോകുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ സ്വർണ്ണാഭരണങ്ങളോ വെള്ളി ആഭരണങ്ങളോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാകാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റേതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നതിലൂടെ ഇത്തരം വില കൂടിയ ആഭരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാകാം. ഇതിനെല്ലാം പുറമെ പണയം വെച്ചിരിക്കുന്ന സ്വർണം തിരികെ എടുക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ പക്ഷികളെ വെള്ളിയാഴ്ച ദിവസം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. കാരണം ആ പണയം വെച്ചിരിക്കുന്ന സ്വർണം വളരെ വേഗത്തിൽ തിരികെ എടുക്കുവാനുള്ള ഭാഗ്യം ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകും. കൂടാതെ തന്നെ വില കൂടിയ ആഭരണങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കടമായി നൽകിയിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അത് തിരികെ ലഭിക്കുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് ഉണ്ടാകും. അങ്ങനെ എല്ലാം കൊണ്ടും വില കൂടിയ ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും സ്വന്തമാക്കുവാനുള്ള ഭാഗ്യമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ഈ പക്ഷികളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത്. ഇനി ശനിയാഴ്ച ദിവസങ്ങളിലാണ് നിങ്ങളുടെ വീടുകളിൽ കരിയില പക്ഷികൾ നിരന്തരമായി വരുന്നതെങ്കിൽ, പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഫലം രോഗശമനമാണ്. അതായത് അതുവരെ രോഗമുണ്ടായിരുന്ന വ്യക്തികൾക്കൊക്കെ ഒരു ആശ്വാസം ലഭിക്കുകയും രോഗാവസ്ഥയുടെ കാഠിന്യം കുറയുന്നതായി അനുഭവത്തിൽ വരികയും ചെയ്യും. ഇനി ശനിയാഴ്ച ദിവസം വൈകുന്നേരമാണ് ഈ പക്ഷികൾ വീടുകളിൽ വരുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് രോഗങ്ങളിൽ നിന്നുള്ള പൂർണ്ണ മുക്തിയാണ്. അതായത് രോഗം ശമിക്കുന്നത് മാത്രമല്ല, അതിശയപരമായ രീതിയിൽ രോഗികളായിരുന്ന വ്യക്തികൾ പൂർണ്ണമായി സുഖപ്പെടും എന്നതാണ് ഇതിൻ്റെ ഫലം. അതായത് ആ വീട്ടിലുള്ള എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യം അനുഭവത്തിൽ വരും. ഇനി ഇതൊന്നുമല്ലാതെ ചില സമയങ്ങളിൽ എല്ലാ ദിവസവും തന്നെ കരിയില പക്ഷികൾ കൂട്ടമായി വരുന്ന തരത്തിലുള്ള കാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഒരു വീടാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും അവിടെ നിന്നെല്ലാം കരകയറുവാനുള്ള ഭാഗ്യം നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. അതായത് പൂർണ്ണ ആരോഗ്യവും സാമ്പത്തിക സ്ഥിരതയും നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നതിൻ്റെ സൂചനയാണ് ഇത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ചില ജീവജാലങ്ങൾ വളരെ നല്ല മനസ്സുള്ള മനുഷ്യരുടെ മുൻപിൽ മാത്രമേ ഭാഗ്യസൂചകമായി പ്രത്യക്ഷപ്പെടാറുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലുള്ള ഈശ്വരാധീനത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇനി ഈ കരിയില പക്ഷികളെ നിങ്ങൾ കാണുന്ന ദിക്കുകൾക്കനുസരിച്ചുള്ള ഫലവും കൂടി പറയേണ്ടതുണ്ട്. കാരണം അതിലും ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് എന്നതാണ് സത്യം. ഇതിൽ ഒന്നാമതായി, കരിയില പക്ഷിയെ നിങ്ങൾ കാണുന്നത് കിഴക്ക് ദിക്കിലാണെങ്കിൽ ഉടനടി തന്നെ നിങ്ങൾക്ക് ഒരു ശുഭവാർത്ത കേൾക്കുവാൻ കഴിയുമെന്ന കാര്യം അച്ചിട്ടാണ്. അതായത് ആ വീട്ടിൽ ജീവിക്കുന്നവർക്ക് ചില സന്തോഷകരമായ
സന്ദേശങ്ങൾ കേൾക്കുവാൻ കഴിയും എന്നത് മാത്രമല്ല, അതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും. അതായത് തൊഴിലിലെ ഉന്നതി, സാമ്പത്തിക പുരോഗതി എന്നിങ്ങനെയുള്ള എല്ലാ നേട്ടങ്ങളുമാണ് കിഴക്ക് ദിക്കിൽ കരിയില പക്ഷികൾ കൂട്ടമായി വന്നാലുള്ള ഫലം. ഇനി പടിഞ്ഞാറ് ദിക്കിലാണ് നിങ്ങൾ കരിയില പക്ഷികളെ കാണുന്നതെങ്കിൽ നിങ്ങളുടെ യാത്രാ സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും എന്നും, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ചില പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ഉടനടി അതിഥികളായി എത്തുമെന്നും ഇത് സൂചിപ്പിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ വളരെ നാളുകളായി മനസ്സിൽ ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്തിരുന്ന ചില കാര്യങ്ങളും ഇത്തരത്തിൽ പടിഞ്ഞാറ് ഭാഗത്ത് കരിയില കിളികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പൂർത്തീകരണം കാണും എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി അതുപോലെ വടക്ക് ദിക്കിൽ കരിയില പക്ഷികൾ നിരന്തരമായി നിങ്ങളുടെ വീടുകളിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ഒരു നേട്ടം ഈ കാഴ്ച കണ്ട് ഉടനടി തന്നെ പ്രതീക്ഷിക്കാം. അതായത് അത്രയും നാൾ നിങ്ങൾ സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പാടുകളും കടവും കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥയും അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിലും വടക്ക് ദിശയിൽ നിങ്ങൾ ഈ പക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആശ്വസിക്കാം. കാരണം പല വഴികളിൽ നിന്നും ധനം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്നു എന്ന് ഈ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന സൂചനയാണ് ഇത്. ഇനി ഈ കരിയില പക്ഷികളെ തെക്ക് ദിക്കിൽ നിങ്ങൾ കണ്ടാൽ മാത്രം അല്പം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം കുടുംബത്തിനുള്ളിൽ ചില അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാകുമെന്നും കുടുംബ കലഹങ്ങൾ ചില അനാവശ്യ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായേക്കാമെന്നും ഇത് സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ ഒരു സൂചനയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ജാഗ്രത പുലർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഉണ്ടാകേണ്ട പ്രശ്നങ്ങൾ മാറിപ്പോകും എന്നതാണ് സത്യം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് കരിയില പക്ഷികൾ നിങ്ങളുടെ വീടുകളിൽ ഏത് ദിവസമാണ് വരുന്നത് എന്നും ഏത് ദിക്കിലാണ് അവയെ കാണപ്പെടുന്നതെന്നും നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഒപ്പം തന്നെ കരിയില കിളികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തീർച്ചയായും എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.